ചാലക്കുടി അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗത തടസ്സം രൂക്ഷമാവുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എറണാകുളം തൃശൂർ ഭാഗത്തേക്കുള്ള 2 ദിശകളിലും ഗതാഗത തടസ്സം അതിരൂക്ഷമായിരിക്കുകയാണ്. മതിയായ തൊഴിലാളികളില്ലാതെയാണ് ഇവിടെ പ്രവൃത്തികൾ നടത്തുന്നത്. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര മേഖലകളിലാണ് കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ചിറങ്ങര, മുരിങ്ങൂർ അടിപ്പാതകളുടെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ 2ഇടത്തെയും പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകും. എന്നാൽ ആവശ്യമായ തൊഴിലാളികളില്ലാത്തതിൽ ഇവിടുത്തെ പ്രവൃത്തികൾ ഇഴയുകയാണ്. പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ മുരിങ്ങൂരിലും ചിറങ്ങരയിലും ഗതാഗത തടസ്സം ഒഴിവാക്കാനായേനെ. കൊരട്ടിയിലെ ഫ്ലൈ ഓവറിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെയും ആവശ്യത്തിന് തൊഴിലാളികളില്ല. തൊഴിലാളികളും യന്ത്ര സാമഗ്രികളും ഇല്ലാതായതോടെ ഇവിടുത്തെ പ്രവൃത്തികളും താറുമാറായ അവസ്ഥയിലാണ്. കൊരട്ടിമുത്തി പള്ളി ഭാഗത്തു നിന്ന് റെയിൽവേ മേൽപ്പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങളും കോനൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും കൊരട്ടി ജംഗ്ഷനിലെ പ്രവർത്തികൾ നടക്കുന്ന ജംഗ്ഷനിലാണ് സംഗമിക്കുന്നത്. അത് ഇവിടെ വലിയ ഗതാഗത കുരുക്കിന് വഴി തെളിയിക്കുകയാണ്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളും എതിർദിശകളിൽ നിന്നും എത്തിച്ചേരുന്ന വാഹനങ്ങളും തമ്മിലിടിക്കുന്നതും പതിവായി മാറിയിട്ടുണ്ട്. പോലീസിന്റെ സേവനമുണ്ടെങ്കിലും അശാസ്ത്രീയ ട്രാഫിക് സംവിധാനം കുരുക്ക് കൂടുതൽ സങ്കീർണമാക്കുകയാണ്. രാവിലെയും വൈകിട്ടുമാണ് ഈ ഭാഗങ്ങളിൽ കൂടുതൽ കുരുക്ക് രൂപപ്പെടുന്നത്. മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാതകൾ നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് തുറന്നുകൊടുത്താൽ ഒരു പരിധിവരെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാകും. ഒപ്പം കൊരട്ടി ജംഗ്ഷനിലെ ട്രാഫിക് സംവിധാനം പരിഷ്കരിക്കുകയും വേണ്ടതായുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി.